നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അത്യാധുനിക ആയുധങ്ങൾ വികസിപ്പിച്ചെടുത്ത് പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തിൽ തന്നെയാണ് ലോകരാജ്യങ്ങൾ മുന്നോട്ട് കുതിക്കുന്നത്. അങ്ങനെ പുതിയ കാലത്തിൻ്റെ പുതിയ തരത്തിലുള്ള ഭീഷണികളെ വെല്ലുവിളിക്കാനും അവയെ ചേർത്തുനിന്ന് തോൽപ്പിക്കാനുമുള്ള ഒരു ലേസർ ആയുധം അവതരിപ്പിക്കുകയാണ് ലണ്ടൻ. അങ്ങനെ ഡ്രോണുകളെ വീഴ്ത്താനുള്ള ഡ്രാഗൺ ഫയർ എന്ന് പറയുന്നത് അത് UK പുറം ലോകത്തിന് കാണിച്ചു കൊടുക്കുകയാണ്. വ്യോമാതിർത്തിയിലേക്ക് എത്തുന്ന ഡ്രോൺ പോലുള്ള നുഴഞ്ഞുകയറ്റങ്ങളെ വെടിവെച്ച് വീഴ്ത്താനുള്ള അത്യാധുനിക ലേസർ ആയുധമാണ് UK പ്രതിരോധ സേന പുറത്തിറക്കിയിരിക്കുന്ന ഡ്രാഗൺ ഫയർ. ഈ ആയുധത്തിൻ്റെ പരീക്ഷണ ദൃശ്യങ്ങളാണ് UK ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. പ്രതിരോധ മന്ത്രാലയം സമൂഹ മാധ്യമങ്ങളിലൂടെ ഇത് പങ്കുവച്ചിട്ടുമുണ്ട്. ഏകദേശം 1 കിലോമീറ്റർ അകലെയുള്ള നാണയത്തെ പോലും വെടിവെച്ചിടാനായി ഡ്രാഗൺ ഫയറിന് കഴിയുമെന്നതാണ് അതിൻ്റെ സവിശേഷത. എത്രത്തോളം കാലിബ്രേഷൻ ഉണ്ടെന്നുള്ളത് UK പറയുന്നത്. അത്രയധികം പര്യാപ്തമായ ഒരു ആയുധം തന്നെയാണ് തങ്ങൾ കണ്ടെത്തിയതെന്നും പ്രതിരോധ മന്ത്രാലയം അവകാശപ്പെടുന്നു. ഡ്രോണുകളെ വീഴ്ത്താൻ മിസൈലുകൾക്ക് പകരം താരതമ്യേന ചിലവ് കുറഞ്ഞൊരു ആയുധം ഉപയോഗപ്പെടുത്തുന്ന കാര്യം പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ പരിഗണനയിലായിരുന്നുവെന്ന് നേരത്തെ തന്നെ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. സ്കോട്ട്ലൻഡിലെ ഹൈബ്രിഡ് റേഞ്ചിൽ ജനുവരിയിലാണ് ഡ്രാഗൺ ഫയറിൻ്റെ പരീക്ഷണം ആദ്യമായി നടത്തിയത്. ഉയർന്ന ചെലവാണ് സാധാരണഗതിയിൽ ആയുധ നിർമ്മാണത്തിനും മറ്റുമൊക്കെ ഉണ്ടാകുന്നത്. അത് കുറയ്ക്കാനുള്ള ഒരു പ്രത്യേക കമ്മിറ്റി കൂടി ചേർന്ന് അതിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ തന്നെ ആരാഞ്ഞതിന് ശേഷമാണ് നാശനഷ്ടങ്ങളുടെ തോത് കുറയ്ക്കാനും ഈ ആയുധം ഉപയോഗപ്പെടുമെന്ന് ആദ്യ പരീക്ഷണത്തിന് ശേഷം പ്രതിരോധ സെക്രട്ടറി ഗ്രാൻഡ് ഷാപ്സ് പറഞ്ഞത്. ലണ്ടനിലെ റോയൽ നേവിയും ആർമിയും തങ്ങളുടെ ഭാവി സൈനിക നീക്കങ്ങളിൽ ഡ്രാഗൺ ഫയറിനെ ഉൾപ്പെടുത്തി തന്നെയായിരിക്കും സവിശേഷ നീക്കങ്ങൾ നടത്തുക എന്നുകൂടി വ്യക്തമാക്കിയിട്ടുണ്ട്. ഡ്രാഗൺ ഫയറിൻ്റെ പരമാവധി റേഞ്ച് എത്ര എന്നുള്ളത് പ്രതിരോധ മന്ത്രാലയം ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. ഡയറക്റ്റഡ് എനർജി വെപ്പൺസ് ഉയർത്തുന്ന വെല്ലുവിളികളെ തിരിച്ചറിയാനും, അതായത് നേരിട്ട് വന്നുണ്ടാകുന്ന ആക്രമണങ്ങളെ ചെറുക്കാനും പ്രതിരോധിക്കാനുമുള്ള നൂതന ചുവടുവയ്പ് തന്നെയാണ് ഈ പുതിയ ആയുധ പരീക്ഷണം. UK ഡിഫൻസ് ആൻഡ് സയൻസ് ടെക്നോളജീസ് ലബോറട്ടറി മേധാവിയാണ് ഇക്കാര്യം തുറന്നു പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ ഒരു പുതിയ ലേസർ ആയുധം വികസിപ്പിച്ചെടുക്കുന്നതിലൂടെ ജർമ്മനി, ഇസ്രയേൽ, അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് UKക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞിരിക്കുകയാണ്. മറ്റു രാജ്യങ്ങളുടെ ശ്രേണിയിൽ ഇങ്ങനെയുള്ള ആയുധങ്ങൾ നിരവധിയുണ്ട്. ഡ്രോണുകളും മിസൈലുകളും വെടിവെച്ചിടാൻ ഈ രാജ്യങ്ങൾ ലേസർ ആയുധങ്ങൾ നേരത്തെ തന്നെ ഇങ്ങനെ വികസിപ്പിച്ചെടുത്തിരുന്നു. സൈനിക ആക്രമണങ്ങൾക്ക് വേണ്ടി ഡ്രോണുകൾ വ്യാപകമായി തന്നെ പലയിടത്തും ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാവുന്നതാണ് സംഘർഷാവസ്ഥ നിലനിൽക്കുന്ന ഇസ്രയേലിലെയും റഷ്യയിലെയും കാര്യം. റഷ്യ ഉക്രൈൻ യുദ്ധത്തെ തുടർന്ന് ലേസർ ആയുധങ്ങൾ ലോകരാഷ്ട്രങ്ങൾ വളരെ ഗൗരവകരമായി തന്നെയാണ് നോക്കിക്കാണുന്നത്. ഇവ പർച്ചേസ് ചെയ്യാനും തദ്ദേശീയമായി നിർമ്മിക്കാനുമുള്ള ശ്രമങ്ങൾ ഇതിനോടകം തന്നെ പലയിടത്തും ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ പ്രത്യേകത ചിലവ് കുറവ് എന്നുള്ളതും അതുപോലെ കൃത്യത കൂടുതലായിരിക്കും, ലക്ഷ്യം ഭേദിക്കുമെന്നുള്ളത് തന്നെയാണ്. നാശനഷ്ടം വലിയ തോതിൽ അത് കുറയ്ക്കാനും കഴിയുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.